എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാവുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ശില്പ റൂമിലാ കണ്ണോടിച്ചു. അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു റൂം തന്നെയായിരുന്നു ശ്രീഹരിയുടെ റൂം. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മറന്ന പോലെ അവൾ അങ്ങനെ നിന്നു. മുമ്പ് ശ്രേയയുടെ കൂടെ ശ്രീമംഗലത്ത് വന്നിട്ടുണ്ടെങ്കിലും ശ്രീയേട്ടന്റെ റൂമിൽ ഇതുവരെ കയറിയിട്ടില്ല. ഇന്നൊരു അത്ഭുതം കണക്കി അവൾ എല്ലായിടവും നോക്കി. ഓളെ പുറത്തുനിന്ന് വാതിൽ മുട്ടിയുള്ള വിളി കേട്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. ആകെ വെപ്രാളത്തോടെ അവൾ വേഗം വാതിൽ തുറന്നു. മുന്നിൽ ശ്രീയേട്ടന്റെ അമ്മ. മോള് മാറ്റിയില്ലേ? അവളുടെ വേഷം കണ്ടത് അവർ ചോദിച്ചു. അതമ്മേ, സോറി. സാരല്ല, വേഗം ഫ്രഷായി വാ, എല്ലാവരും മോളെ കാത്തിരിക്കുക. ആ ഇപ്പൊ വരാമേ. ശ്രീകുട്ടിയെ പറഞ്ഞേക്കണോ മോൾക്ക് സഹായത്തിന്? ഏയ് വേണ്ടാമേ, ഞാനിപ്പോ വരാം. വേഗം വാ. ആള് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവരും നടന്നു. കുറച്ച് നിമിഷങ്ങൾ കൂടെ അവൾ ആ നിൽപ്പ് തുടർന്ന് വരാനിരിക്കുന്ന സുഖജീവിതത്തെ സ്വപ്നം കണ്ട് അവൾ ഡ്രസ്സും സ്വർണ്ണവും അഴിച്ചുമാറ്റി ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി. ശിവ നേരത്തെ പറഞ്ഞൊന്നും മോള് കാര്യാക്കണ്ട കേട്ടോ. അവൾക്ക് എവിടെ എന്ത് പറയണമെന്ന് അറിയില്ല. മോൾ അതൊന്നും മനസ്സിലാക്കരുത്. വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞതും മായ ശ്രേയയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരല്ല മായേച്ചി, അവള് കുട്ടിയല്ലേ. ചേച്ചി മായേട്ടനെ കണ്ടായിരുന്നോ? ഞാനെവിടെയും പോയില്ല ശ്രേയ, ദേ ഇവിടെയുണ്ട്. മായയോട് മായയെ തിരക്കിയതും വാതിലിന്റെ അടുത്തുള്ള ശബ്ദം കേട്ട് ശ്രേയയും മായയും ഒരുപോലെ തിരിഞ്ഞു. മായയെ കണ്ട ശ്രേയ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഡാ, നീ ഇത് എവിടെ പോയി കിടക്ക? ഇവിടെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് മറന്നോ? അത് ചേച്ചി അമാര് വിടുന്നില്ല, അതാ വൈകിയത്. സോറി ശ്രേയ. മായയോട് കാര്യം പറഞ്ഞുകൊണ്ട് മായി ശ്രേയയുടെ കയ്യിൽ പിടിച്ചു. എന്നാ നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. മായ അവർ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. ശ്രീമംഗലം തറവാട് ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഓരോരുത്തരായി വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞു ശില്പക്കരികിലെത്തി. എല്ലാവർക്കും മുമ്പിലും താനെന്തോ സംഭവമാണെന്ന് അവളിൽ തോന്നാതിരുന്നില്ല. അത് അവളുടെ സംസാരത്തിൽ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലായിരുന്നു. തിരക്കുകളെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന് വന്ന കുടുംബങ്ങളെല്ലാം രാത്രിയോടെ തന്നെ തിരികെ പോയി. അവസാനം വീട്ടുകാർ മാത്രമായി. രാത്രി എല്ലാവരും പോയി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം പത്മ ശില്പയുടെ കയ്യിൽ ഗ്ലാസ് പാലെടുത്തു കൊടുത്ത് റൂമിലേക്ക് അയച്ചു. മോളെ ശ്രീകുട്ടി, ഏടത്തിയുടെ കൂടെ നീയും ചെല്ല്. ഒരു ഭാഗത്ത് മാറിക്കുന്ന ശ്രീകുട്ടിയെ നോക്കി പത്മം പറഞ്ഞതും അവളെന്തോ വല്ലാതെയായി. അവൾക്കരികിൽ മാളുണ്ടായിരുന്നു. മിഥുൻ പറഞ്ഞ പ്രകാരം അവൾക്കൊരു കൂട്ടായി മാളുവന്ന് അവിടെ നിന്നു. മിഥുനും അച്ഛനും അമ്മയും തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു. മാള് കൂടെയുള്ളത് ശ്രീകുട്ടിക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരുന്നു. ഞാൻ പോയിക്കോളാമേ, അവിടെ ആവശ്യമൊന്നുമില്ല. അതൊന്നും പറ്റില്ല എടുത്തി, ഇതൊക്കെ വീട്ടിലുള്ളവരുടെ കടമയാ. മാളുവായിരുന്നു അത്. ശില്പ ഇവളേതായ നിറത്തിൽ അവൾ തറപ്പിച്ചു നോക്കി. നടക്കേടുത്തി. അവളുടെ നോട്ടം മനസ്സിലായിട്ടും അതൊന്നും മൈൻഡാക്കാതെ ശ്രീകുട്ടിയുടെ കൈയും പിടിച്ച് ശില്പയ്ക്ക് പിന്നാലെ പുഞ്ചിരിയോടെ അവർ മുകളിലേക്ക് കയറി. അവരുടെ പിന്നാലെയുള്ള വരവ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞവൾ മുന്നോട്ട് നടന്നു. ഇനി അടുത്ത് പോയിക്കോളൂ. അപ്പൊ ഗുഡ് നൈറ്റ്. ശ്രീഹരിയുടെ റൂമിന് മുമ്പിലെത്തിയതും പേടിയോടെ നിന്ന് ശ്രീകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ശില്പയോട് മാളു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഒരു മിനിറ്റ്. ശില്പ പറഞ്ഞതും മാളുവും ശ്രീകുട്ടിയും തിരിഞ്ഞു നോക്കി. ശ്രീകുട്ടി ആരാണെന്ന് മനസ്സിലായി, പക്ഷെ ഇയാൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിപ്പോ എന്തോ പറയാനായി മാളു വാ തുറന്നു ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ചു. ഒന്നും പറയേണ്ടെന്ന അർത്ഥത്തിൽ. അവൾക്കറിയാമായിരുന്നു മാളുവിന്റെ സംസാരം ശരിക്കുള്ളതാവില്ലെന്ന്. ശ്രീകുട്ടി പറഞ്ഞു. മാളു നിർത്തി. ഏടത്തിപ്പ ചെല്ല്, നമുക്ക് വിശദമായിട്ട് നാളെ പരിചയപ്പെടാം. പാടി ഇങ്ങോട്ട്. എന്തു പറയണം, എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന ശ്രീകുട്ടിയുടെ കയ്യിൽ മാളു പിടിച്ചു വലിച്ചു. അവൾ ആരാണെന്ന് അറിയില്ലെങ്കിലും അവളുടെ ആ സംസാര ശില്പക്ക് വല്ലാത്തൊരു അടിയായിരുന്നു. ശ്രീമംഗലം വീട്ടിലെ ശ്രീഹരിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ വീട്ടിലുള്ളവരെയും താൻ വരച്ചവരിൽ നിർത്താമെന്നൊരു വിചാരം ഇത്രയും നേരം അവളിൽ ഉണ്ടായിരുന്നു. ശ്രീയേണ്ട അത്രയും അടുത്ത റിലേറ്റീവാണ് ആ പെങ്കൊച്ചെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുന്നതെന്നോർത്ത് അവൾ പാലുമായി റൂമിലേക്ക് കയറി. ശ്രീമംഗലം വീടിനേക്കാൾ എത്രയോ താഴെയാണ് ഈ വീടിന്റെ സ്ഥിതിയും സൗകര്യങ്ങളും എന്ന് വന്ന നിമിഷം മുതൽ അറിഞ്ഞ ശ്രേയക്ക് വീട്ടിലുള്ളവരോട് പോലും മിണ്ടാമല്ലാത്ത മടി തോന്നി. അതിലേറെ സങ്കടം മനസ്സിലുണ്ടായിരുന്നെങ്കിലും മയ്യെ സ്നേഹിച്ച നാൾ ശ്രീയേട്ടൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തി. ഒരാളെ പ്രണയിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അവരിലെ കുറ്റങ്ങളും കുറവുകളും കൂടെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ പ്രണയിക്കാവൂ. ഏട്ടൻ പറഞ്ഞ ആ വാക്കോർത്തതും ഇനി തന്റെ സ്വപ്നങ്ങളും ജീവിതവും ഈ വീട്ടിലാണെന്ന് അവൾ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യം തോന്നിയ സങ്കടവും ബുദ്ധിമുട്ടുകൾക്ക് പതിയെ ഇല്ലാതായി. അതിലുപരി തന്നോട് ശിവക്ക് കുറച്ചൊരു പരിഭവം ഉണ്ടെങ്കിലും മായയും അച്ഛനും അമ്മയും മഹി എല്ലാവരും നല്ല രീതിയിൽ തന്നെയായിരുന്നു അവളോട് പെരുമാറിയത്. ശ്രേയ. മായിയുടെ ശബ്ദം കേട്ടതും എന്തോ ആലോചനയിൽ നിന്ന് ശ്രേയ ഞെട്ടിത്തിരിഞ്ഞു. ബോറടിച്ചോ? ഏയ് ഇല്ല മയ്യേട്ടാ. സോറിടാ. അതിനൊന്നും ആവശ്യമില്ല ഏട്ടാ. എന്നാ താനിരിക്കെ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഓക്കെ. ശ്രേയയും നോക്കി മൈ ബാത്റൂമിലേക്ക് കയറി. അവൻ വരുന്നത് നോക്കി നിറമുള്ള സ്വപ്നങ്ങളെ താലോലിച്ച് അവൾ കാത്തിരുന്നു. ശില്പ പാലുമായി റൂമിലേക്ക് കടന്നവും ശ്രീഹരി ഫ്രഷായിട്ട് റൂമിലേക്ക് വന്നിരുന്നു. അവനെ കണ്ടത് നാണത്തിൽ കലർന്ന പുഞ്ചിരിയുമായി പതിയെ അവൾ നടന്നു. അവളുടെ ആ നിൽപ്പും നോട്ടം അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വെറുപ്പ് നിറച്ചു. ഇത്രയും നാൾ അനിയത്തിയെ പോലെ കണ്ടവൾ തൻ്റെ ഭാര്യയായി തൻ്റെ റൂമിൽ. അത് ശ്രീഹരിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു.
മനസ്സിൽ നിറഞ്ഞ വെറുപ്പിനെ നിയന്ത്രിച്ച് അവൻ ഫോൺ കയ്യിലെടുത്ത് ബെഡിലേക്ക് ഇരുന്നു. അവിടെയുള്ള ഒരു കുഞ്ഞു ടേബിളിൽ പാൽ ഗ്ലാസ് വെച്ച് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീഹരിക്കരികിൽ ശില്പ വന്നിരുന്നു. ശ്രീയേട്ടാ. മുഖമുയർത്തി തന്നെയൊന്നും നോക്കുപോലും ചെയ്യാത്ത അവനെ ശില്പ പതുക്കെ വിളിച്ചു. ശ്രീഹരി എന്താണെന്ന അർത്ഥത്തിൽ മുഖമുയർത്തി അവളെ നോക്കി. കിടക്കണ്ടേ? അതെ, കിടക്കണം. കുറച്ച് ദിവസമായിട്ട് ആകെ ഓട്ടമായിരുന്നു, നല്ല ക്ഷീണം. അതും പറഞ്ഞ് ഫോൺ ടേബിളിലേക്ക് വെച്ച് ശ്രീഹരി ബെഡിലേക്ക് കിടന്നു. ശ്രീയേട്ടാ. എന്തേ, കിടക്കുന്നില്ലേ? അവനവളെ കിടന്ന കിടപ്പിൽ തിരിഞ്ഞുപോയി ചോദിച്ചു. ആ, കിടക്കുക. എന്നാ കിടന്നോ, എനിക്ക് നല്ല തലവേദന. ബാമിട്ട് തരണോ ഞാൻ? വേണ്ട, ഒന്ന് ഉറങ്ങിയാൽ ശരിയാവും. അതും പറഞ്ഞ് ശ്രീഹരി കണ്ണുകളടച്ചു. ശില്പക്കാകെ ദേഷ്യവും സങ്കടവും പെരുത്തു കയറി. ശ്രീയേട്ടാ. ഉറങ്ങിക്കോ ശില്പ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. കണ്ണു തുറക്കാതെ ശ്രീഹരി പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷയോടെ നേടിയെടുത്ത ജീവിതം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതുപോലെ തോന്നിയവൾക്ക് ആ നിമിഷവും തന്റെ ചേച്ചിയോടുള്ള പക അവളുടെ ഉള്ളിൽ ഉരുണ്ടുകൂടി. അല്ല ഏടത്തിയുടെ മരുമോൾ ഇത്രയും സമയമായിട്ട് ഇതുവഴി വന്നില്ലല്ലോ, ഇതുവരെ ഉറക്കണമെന്നില്ലേ? രാവിലെ അടുക്കളയിൽ നിന്ന് പത്മയ്ക്ക് നേരെ നോക്കി ഉമ്മയുടെ ചോദ്യമാണ്. അതെങ്ങനെയാ ഉമ്മേ, ഇന്നലെ ഒരുപാട് വൈകിയായിരിക്കില്ല അവൾ ഉറങ്ങിയത്, അതുകൊണ്ട് ഇന്ന് എഴുന്നേൽക്കാൻ ഇച്ചിരി വൈകും. മറുപടി പറഞ്ഞ യശോദയാണ്. പക്ഷെ എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊന്നല്ലേ ഏടത്തി. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനമ്മയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അവൾക്ക് പിന്നെ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അച്ഛനമ്മ ഇത്രയും കാലം മൂത്തമോളുടെ പ്രേമത്തിന് പിന്നാലല്ലായിരുന്നു, പെട്ടെന്നല്ലേ എല്ലാം മാറിയത്. അപ്പൊ പറഞ്ഞു കൊടുക്കാനൊന്നും സമയം കിട്ടിക്കാണില്ല. ചേച്ചി അല്ലെങ്കിൽ അനിയത്തി എങ്ങനെയും ഒന്നിനെ ശ്രീമംഗലത്തേക്ക് തള്ളി വിടണല്ലോ, അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഏടത്തി കണ്ടോ, നാളെ എന്റെ മോള് ഏടത്തിയുടെ മരുമകളായിട്ട് വരുമ്പോ അവൾ ഇങ്ങനെയൊന്നും ആവില്ല. നിങ്ങളെയൊക്കെ പൊന്നു പോലെ എന്റെ മോള് നോക്കും. മതി ഉമ്മേ, നിർത്ത്. രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ആ കുട്ടിങ്ങനെ കേട്ടുകൊണ്ട് വന്ന ശ്രീമോന്റെ സ്വഭാവം അറിയാലോ, വെറുതെ അവന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കണ്ട. യശോദ ഉമ്മയെ നോക്കിയൊരു താക്കിയതുപോലെ പറഞ്ഞതും ഉമ്മ മുഖം കൂട്ടി അടുക്കളയിൽ നിന്ന് പിൻവലിഞ്ഞു. പത്മം പിന്നെ ഒന്നും പറയാതെ തന്നെ ജോലി തുടർന്നു. ഉമ്മയുടെ സ്വഭാവം നല്ലോണം അറിയുന്നതുകൊണ്ട് ആരും അവരുടെ വാക്കുകൾ ചെവിക്കൊള്ളാറില്ല. ഏടത്തി വിഷമിക്കണ്ട, അവള് വിവരമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, അത്ര ചിന്തിച്ചാൽ മതി. ഒന്നും മിണ്ടാ നിൽക്കുന്ന പത്മത്തിനെ നോക്കി യശോദ പറഞ്ഞു. അവരൊന്ന് പുഞ്ചിരിച്ചു, തിരിച്ചൊന്നും പറയാതെ. പുറത്തുനിന്ന് എന്തോ ബഹളം കേട്ടാണ് ശില്പ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന്. ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകൾ കൈകളാലൊന്ന് അമർത്തി തഴുകി അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഒരു നിമിഷം താനിത് എവിടെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥ അവളിൽ നിറഞ്ഞു. പെട്ടെന്നാണ് അവൾക്ക് താൻ ശ്രീമംഗലം വീട്ടിലാണെന്നും തലേ ദിവസത്തെ രാത്രിയിലെ അനുഭവം മനസ്സിലേക്ക് ഓടി വന്നത്. തന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞു കിടന്ന ശ്രീയേട്ടന്റെ അരികിൽ സങ്കടത്തോടെ കിടന്ന തന്നെ തേടി ഉറക്കം വരാത്ത സമയങ്ങൾ. ഏറെ മോഹിച്ച് ആഗ്രഹിച്ച് സ്വന്തമാക്കിയവന്റെ കൂടെയുള്ള ആദ്യ രാത്രി അത് വെറും അപരിചിതയെപ്പോലെ തിരിഞ്ഞു കിടന്ന നിമിഷം. മനസ്സിൽ വെറുപ്പും ദേഷ്യവും നിറഞ്ഞെങ്കിലും തോറ്റു പിന്മാറാൻ ശില്പ തയ്യാറായിരുന്നില്ല. പാതിരാക്കിയപ്പോഴോ ഗാഠമായി ഉറങ്ങുന്ന ശ്രീയേട്ടനിലേക്ക് ഒരു മഞ്ഞുതുള്ളിയായി ചേർന്ന് കിടന്നതും ഒരു തട്ടിമാറ്റൽ പ്രതീക്ഷ തന്നെ ശ്രീയേട്ടന് ഇരുകൈകളാൽ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചതും ഒരു സ്വപ്നം പോലെ തന്നെ മനസ്സിൽ കുരുങ്ങി കിടക്കുന്നു. ഇടയ്ക്കെപ്പോഴോ എന്റെ മായിക്കുട്ടി എന്നൊരു വാക്ക് കേട്ടപ്പോൾ പിടഞ്ഞു മാറാൻ മനസ്സ് കൊതിച്ചെങ്കിലും വരുന്നത് വരട്ടെ എന്ന അർത്ഥത്തിൽ ആ കരവലത്തിൽ ഒതുങ്ങി നിന്നതും ഓരോന്നും അവളിൽ നിറഞ്ഞങ്ങ് നിന്നപ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്ന് ആരോ വാതിൽ മുട്ടുന്ന കേട്ടത്. വേഗത്തിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾ വാതിൽ തുറന്നു. ശ്രീയേട്ടന്റെ അമ്മ. അമ്മേ, സോറി, കുറച്ച് വൈകിപ്പോയി, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. അത് സാരില്ല, മോള് വേഗം കുളിച്ച് ഫ്രഷായി താഴേക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എല്ലാവരും മോളെ കാത്തിരിക്കുക. അതമ്മേ, ബ്രഷ് ചെയ്താൽ പോരെ, കുറച്ച് കഴിഞ്ഞ് കുളിക്കാം. അത് പറ്റില്ല, നീ പോയി കുളിച്ചേച്ചും വാ. അമ്മ, ഇത്ര രാവിലെ ഞാൻ കുളിക്കാറില്ല, ആകെ തണുപ്പല്ലേ. മോളെ, പത്മ അവൾ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു. ഇന്നലെ വരെ നിന്റെ ജീവിതം എന്തായിരുന്നോ, എങ്ങനെയായിരുന്നു, അതല്ലേ ഇന്നത്തെ ജീവിതം. നീ ഒരു കുടുംബിനിയാ, ഒരു ഭാര്യയാ, മരുമകളാ. അപ്പൊ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുളിച്ച് ഫ്രഷ് ആവുക, എന്നിട്ട് പൂജാമുറിയിൽ വിളക്ക് വെക്കുക. ഈ ശ്രീമംഗലം വീട്ടിൽ അങ്ങനെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട്. ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു. നിന്റെ ഇത്ര വയസ്സ് പോലും അന്ന് എനിക്കില്ല. എല്ലാം പതിയെ അമ്മ പറഞ്ഞു തന്ന് പഠിച്ചെടുത്തു. ഇവിടുത്തെ അച്ഛൻ്റെ കൊച്ചുമക്കളിൽ മൂത്ത മരുമകളാ നീ. അപ്പൊ കണ്ടും കേട്ടും ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പഠിക്കണം. ഞാൻ പറയുന്ന മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, ഉണ്ടമ്മേ. ഞാൻ നിന്നെയും ശ്രേയമോളെയും ഒരുപോലെയാ കാണുന്നത്. നിന്റെ വീട്ടിലേക്ക് അവൾ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാൻ അവൾക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ മോള് ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വാ. ഇന്ന് വൈകിയത് പോട്ടെ, നാളെ മുതൽ എല്ലാം നോക്കിക്കൊള്ളണം. ആ, ശരി അമ്മേ. പത്മം പറഞ്ഞൊരു കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ സമ്മതത്തോടെ തലയാട്ടി. അത് കണ്ടതും പത്മം പുറത്തേക്ക് നടന്നു. ശില്പ ഡോറടിച്ച് മനസ്സിലോടെ ബാത്റൂമിലേക്കും. സ്വന്തം വീട്ടിൽ എത്ര വൈകിയാലും ചോദ്യം ചെയ്യാൻ പോലും ആരുമില്ല. പോരാത്തിനെ എല്ലാം അറിഞ്ഞ് ചെയ്തതിന് എല്ലാത്തിനും ചേച്ചിയും ഉണ്ടാവും. ഇതിപ്പോ ഞാൻ കുറച്ച് കഷ്ടപ്പെടുമല്ലോ. എന്നാലും ശ്രീയായിട്ട് ഇത്ര രാവിലെ ഇവിടെ പോയതാവും. അതിനിടയിൽ അവൾ ഓർക്കാതിരുന്നില്ല. കുളിച്ച് ഫ്രഷായി റൂമിൽ വന്നു അവൾ വെറുതെ ടൈം നോക്കി. 9 മണി. ഈശ്വര, പേടിയോടെ അവൾ നെഞ്ചിൽ കൈവച്ചു. സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി. ശ്രേയമായിയുടെ വീട്ടിൽ വളരെ ഹാപ്പി ആയിരുന്നു. ഇന്നലെ വന്ന സമയത്തുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും അവളിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു.
ശ്രീമംഗലം വീട്ടിലെ എല്ലാ സൗകര്യങ്ങളോടെയും ജീവിച്ചവൾ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഇടയിലേക്ക് വന്ന് കയറിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നിയിരുന്നു. തുടരെ തുടരെ ആ മടുപ്പ് സന്തോഷമായി മാറി. അതിന്റെ ഏക കാരണം മായയായിരുന്നു. ശ്രീയേട്ടൻ അനിയത്തിക്ക് ഈ വീട്ടിലൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മായക്കായിരുന്നു കൂടുതൽ നിർബന്ധം. പക്ഷേ ശ്രേയയുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്തു കൊടുക്കുന്നത് ശിവയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. തുടക്കം മുതലേ ഇങ്ങനെ ആക്കി മാറ്റിയാൽ അവസാനം ചേച്ചി അവളുടെ അടിമയായി മാറുമെന്നായിരുന്നു ശിവയുടെ അഭിപ്രായം. താഴേക്കുള്ള കോണിപ്പടി ഇറങ്ങുമ്പോൾ തന്നെ ശില്പ കണ്ടു ഡൈനിങ് ഹാൾ ടേബിളിന് ചുറ്റുമിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഓരോരുത്തരെയും. അതിനിടയിൽ ശ്രീഹരിയെയും. അവളുടെ വരവേണ്ടത് എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. ശ്രീഹരി അവളെയും നോക്കി. പെട്ടെന്ന് ഓട്ടം മാറ്റി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മോള് വന്നോ? ദാ ഇവിടെ ഇരുന്നോ, പത്മം പറഞ്ഞു. പെട്ടെന്ന് തന്നെ ശ്രീഹരിക്കരിയിലെ ചെയറിലേക്ക് അവൾ ഇരുന്നു. അത് കണ്ട യശോദയിലും മുത്തശ്ശിയിലും വല്ലാത്തൊരു ഇഷ്ടക്കേട് തോന്നി. പത്മം പറഞ്ഞാണെങ്കിലും അപ്പോൾ ടേബിളിൽ മുത്തശ്ശൻ, ഇന്ദ്രൻ, ശ്രീഹരി, അവരുടെ അച്ഛന്മാർ അവർ ഓരോരുത്തരും ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ യാതൊരു മടിയുമില്ലാതെ അവൾ ഇരുന്ന് കണ്ടാണ് എല്ലാവരുടെയും മുഖം മങ്ങിയത്. അവളോട് വന്നിരുന്നു. ഭക്ഷണം കഴിക്കുന്ന മതിയാക്കി ശ്രീഹരി പെട്ടെന്ന് എഴുന്നേറ്റു. കൈ കഴുകി വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലെ ജോലികളെല്ലാം ഒരുവിധം ഒതുക്കിയതും മായ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കുറച്ചു മുമ്പ് അച്ഛനും അമ്മയും മായും ശ്രേയയും പോയി വന്നതാണ്. അവരുടെ കൂടെ പോകാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. കൂട്ടിന് ശിവയും ഉണ്ടായിരുന്നു. ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച് അകത്തേക്ക് കയറിയതും എതിർവശത്ത് നിന്ന് നടന്നു വരുന്നവനെ കണ്ടതും മായവും നിന്നു. ഇന്ദ്രേട്ടൻ. ശ്രീയേട്ടനും താൻ തമ്മിലുള്ള ഓരോന്നും പച്ചവെള്ളം പോലെ അറിയുന്ന ഒരേ ഒരാൾ. അവന്റെ മുഖത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ശിവയുടെ കയ്യിൽ പിടിച്ച് അവൾ അവനെ കടന്ന് മുന്നോട്ട് നടന്നു. മായ ഒന്നേ. പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടതും മായ തിരിഞ്ഞ് അവനെ നോക്കി പെട്ടെന്ന് മുഖം കുനിച്ചു. ചേച്ചി, ഞാൻ അപ്പുറത്തുണ്ടാവും, നിങ്ങൾ സംസാരിക്കേ. ശിവ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്നു. മായ, എനിക്ക് നിന്നോട് ഒരു സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടാവില്ലേ, ഒന്ന് വരുമോ? ഇന്ദ്രേട്ടാ പ്ലീസ്, ശ്രീയേട്ടൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതൊക്കെ കഴിഞ്ഞുപോയ കഥകളാ. ഇനി അത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല എനിക്ക്. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ അനിയത്തിക്ക് വിട്ടുകൊടുത്ത എൻ്റെ ഇഷ്ടങ്ങൾ, അതിൽ ലേവലേശം പരിഭവമോ സങ്കടമോ എനിക്കില്ല. മതിമായ, നിർത്ത്. നിന്റെ ഇമാതിരി അവനെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എനിക്ക് ഉറപ്പാ ഇതൊന്നും നീ അറിഞ്ഞിട്ടല്ലെന്ന്. ജീവിതതുല്യം സ്നേഹിച്ചവനൊരു സുപ്രഭാതത്തിൽ സ്വന്തം ഇഷ്ടത്തിൽ അനിയത്തിക്ക് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ലാരും. അതുകൊണ്ട് ഇതിനിടയിൽ നടന്ന എന്തായാലും എന്നോടെങ്കിലും നീ പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ മറ്റാരോടും അത് ഷെയർ ചെയ്യില്ല. ആ കാര്യത്തിൽ നിനക്കെന്നെ വിശ്വസിക്കാം. ഇന്ദ്രേട്ട, ഇതിനിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞ സത്യ. ചേച്ചി, ശിവ അവൾക്കരികിൽ വന്നുകൊണ്ട് വിളിച്ചും അവൾ ഇന്ദ്രനെ നോക്കി. ഇന്ദ്രേട്ട, അവരുടെ ജീവിതം അവർ ജീവിച്ചു തീർക്കട്ടെ. അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് ഇന്ദ്രേട്ടൻ എന്നോട് ചോദിക്കരുത് പ്ലീസ്. ആൾ അവന് നേരെ കൈകൂപ്പി. എന്നിട്ട് വേഗത്തിൽ ശിവയുടെ കയ്യിൽ പിടിച്ച് നടന്നു. അവളെ നോക്കി ഇന്ദ്രൻ പുറത്തേക്കും. അപ്പോഴും അവന് ഉറപ്പായിരുന്നു ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്ന്. അവൾ പറഞ്ഞൊന്നുമല്ല സത്യമെന്നും. ശില്പ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മുകളിലേക്ക് കയറുമ്പോഴാണ് പിന്നിൽ നിന്നുള്ള വിളി അവൾ കേട്ടത്. ശ്രീയേട്ടാ, ഞാൻ എത്ര നോക്കി ഇവിടേക്ക്, എവിടെയാണ് ഇതുവരെ? അല്ല, ശ്രീയേട്ട രാവിലെ അത്രയും നേരത്തേക്ക് എഴുന്നേൽക്കുമോ? അവൾ ശ്വാസം വിടാതെ ചോദിച്ചുകൊണ്ടിരുന്നു. ആ, ഞാൻ 5 മണിക്ക് എണീറ്റു. ശോ, ഞാനൊന്ന് പുലർച്ചെയുള്ള 5 മണി കണ്ടിട്ട് പോയില്ല ഈ അടുത്ത കാലത്തൊന്നും. 5 മണി പോയിട്ട് 6 മണി പോലും കാണുന്ന അപൂർവ. അവൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അവനൊന്ന് മൂളി. അതെ, റൂമിലേക്ക് വാ, എനിക്കല്പം സംസാരിക്കാനുണ്ട്. അതുപോലെ ശ്രീഹരി അവളെ കിടന്ന് വേഗത്തിൽ റൂമിലേക്ക് പോയി. എന്തായിരിക്കും ശ്രീയേട്ടന് പറയാനുണ്ടാവുക? ഇനി വല്ല ഹണിമൂൺ പ്ലാനിങ് എങ്ങാനും ഡിസ്കസ് ചെയ്യാനാവോ? ഉള്ളിൽ സന്തോഷവും പുറത്തൊരു തരം നാണവും ഒളിപ്പിച്ച് അവന് പിന്നാലെ അവളും നടന്നു. ഇന്നലെ രാത്രി തനിക്ക് പറ്റിയ അബദ്ധത്തിലാകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയായിരുന്നു ശ്രീഹരിക്ക്. ഇന്നേവരെ മായയല്ലാതെ മറ്റൊരു പെണ്ണിനെ അങ്ങനെ അർത്ഥത്തിൽ നെഞ്ചിലേക്ക് ചേർത്തിട്ടില്ല. കുറച്ച് ദിവസങ്ങളുടെ ക്ഷീണവും തളർച്ചയും കൊണ്ട് കിടന്നപാടെ ഉറങ്ങിപ്പോയതും അർദ്ധരാത്രി എപ്പോഴോ പാതിമയക്കത്തിൽ തന്നിലേക്ക് ചേർന്ന് വന്ന ആ ശരീരം ഒരു നിമിഷം മായാണെന്ന് കരുതിയതും ഒന്നും ചിന്തിക്കാതെ കൈകളാൽ തന്നിലേക്ക് ചേർത്ത് വെച്ചതും പിന്നെ എപ്പോഴും ആ സ്വപ്നത്തിൽ നിന്നുണർന്നപ്പോൾ എന്തോ ഒരു വിറയൽ അനുഭവപ്പെട്ടു. നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച ആ കൈകൾ പതി എടുത്തു മാറ്റി നോക്കുമ്പോൾ ഒരു നിമിഷം എന്തോ തെറ്റിയതുപോലെ അവസ്ഥയായിരുന്നു. പിന്നെ അവിടുന്ന് സോഫയിലേക്ക് മാറിക്കിടന്നു. പിന്നെ ഉറക്കം പോലും വരാതെ ഓരോന്നോർത്ത് കിടന്ന് നേരം വിളിപ്പിച്ചു. ശ്രീയേട്ട, എന്താ വലിയ ആലോചന? ഞാൻ വന്നൊന്നും ശ്രീയേട്ട അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. ശില്പയുടെ ചോദ്യം കേട്ടതും ശ്രീഹരി മുഖമുയർത്തി. ആ വാതിൽ ലോക്ക് ചെയ്ത് ഇവിടെ വന്നിരിക്കുക. അവൻ പറഞ്ഞു കേട്ട് വാതിൽ ലോക്ക് ചെയ്ത് ശില്പ ബെഡിൽ വന്നിരുന്നു. അവനൊന്നും മിണ്ടാതെ അല്പനേരം ആലോചനയോടെ ഇരുന്നു. എന്താ ശ്രീയേട്ട? ശ്രീഹരിയുടെ മൗനം കണ്ടത് അവൾ ചോദിച്ചു. ആ, അത് പറയാൻ കൂടുതലൊന്നുമില്ല. എല്ലാം ശില്പക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മുമ്പ് ഞാൻ ശില്പക്ക് ആരായിരുന്നെന്നും ഇപ്പോൾ ആരാണെന്നും നമ്മുടെ വിവാഹം നടന്ന സാഹചര്യം അങ്ങനെ ഓരോന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതൊന്നല്ല ഞാൻ പറയാൻ വന്നത്. പരസ്പരം അറിയാനും മനസ്സിലാക്കാനും നമുക്ക് രണ്ടുപേർക്കും സമയമാണ് നമുക്ക് തന്നെ അറിയാം. പെട്ടെന്നൊരു ദിവസം ഏട്ടനായി കരുതിയവൻ കഴുത്തിൽ താരിയാത്തിൻ്റെ വരുന്ന പെണ്ണിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതേപോലെ അനിയത്തെ പോലെ കണ്ട ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടി വന്ന എൻ്റെ അവസ്ഥയും. പെട്ടെന്ന് ഇതൊന്നും അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് ആദ്യം നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് നീങ്ങാം. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ, അങ്ങനെയല്ലേ നല്ലത്. ശ്രീഹരി അത്രയും പറഞ്ഞുകൊണ്ട് ശില്പയെ നോക്കി. ശില്പയാണെങ്കിൽ ശ്രീഹരി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഷോക്കിലായിരുന്നു. എല്ലാം കൊണ്ട് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണായിരുന്നിട്ടും
ഇയാൾക്ക് മാത്രം എന്താ തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത? ഇയാൾ സ്നേഹിച്ച എൻ്റെ ചേച്ചിയേക്കാൾ എന്തുകൊണ്ട് ഇയാൾക്ക് യോജിച്ച് ഈ ഞാനല്ലേ? വിവാഹത്തിന് മുമ്പ് പുറത്തുനിന്ന് കണ്ടപ്പോൾ പോലും ഈ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല. വിവാഹം കഴിയുന്നതോടെ ചേച്ചിയെ പൂർണ്ണമായും മറന്ന് തന്നെ അംഗീകരിക്കുമെന്നുള്ള ആ കരുതൽ എല്ലാം തെറ്റായിരിക്കുന്നു. അവളുടെ ഉള്ളം എരിഞ്ഞു. ശില്പ, ശ്രീഹരി വിളിച്ചതും ഉള്ളിൽ അമർഷ അടക്കി പിടിച്ച് അവളൊന്ന് പുഞ്ചിരിച്ചു. ഓക്കെ ശ്രീയേട്ടാ, അങ്ങനെയാവട്ടെ. എന്നാലും എനിക്ക് പെട്ടെന്ന് എന്തോ പറയാമെന്ന് അവൾ നിർത്തി. എന്താ, എന്നോട് ശില്പിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് ഇല്ല ശ്രീയേട്ടാ, ഒന്നുമില്ല, ഞാൻ വെറുതെ. എന്നോ ഓക്കെ, എനിക്ക് കുറച്ച് വർക്കുണ്ട്. അവളൊന്ന് മൂളി. താൻ പറയാമെന്ന് മനസ്സിലേക്കട്ടെ. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഉള്ള സ്നേഹം കൂടെ ഇല്ലാതാക്കണ്ട. സാരമില്ല ശ്രീയേട്ടാ, എല്ലാം ഈ ശില്പ പതിയെ ശരിയായിക്കോളാം. നിങ്ങളെ ചേച്ചിയിൽ നിന്ന് എൻ്റെതാക്കി മാറ്റാൻ ശില്പക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടെ ശില്പക്ക് ഈസിയാ. അവൻ്റെ മുഖത്തേക്ക് ഒളിഞ്ഞു പോയിക്കൊണ്ട് പുച്ഛത്തോടെ അവളൊന്ന് പുഞ്ചിരിച്ചു. ദിവസങ്ങൾ പതിയെ നീങ്ങിത്തുടങ്ങി. അങ്ങനെ ഇരിക്കൊരു വൈകുന്നേരം മാധവൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ്. വീടിന്റെ അടുത്ത അങ്ങാടിയിലെത്തിയപ്പോഴാണ് എതിരെ വന്ന വണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിർത്തിയത്. അമ്മാവാ, ആ ഇതാരും പ്രശാന്തോ? നീ എവിടെ പോയി വരികയാണ്? ഞാൻ വെറുതെ ഇറങ്ങിയ അമ്മാവാ. അപ്പൊ വീട്ടിലൊന്ന് പോയി മായൊന്ന് കാണാൻ നേരിട്ട് പോയതാ. അവള് ജോലിക്ക് പോയെന്ന് മാമി പറഞ്ഞു. മാമിയും മായിയുടെ പെണ്ണുണ്ട്, അവരെയും കണ്ടെങ്കിൽ പോന്നു. അല്ല അമ്മാവ, ഇനിയും മായി ജോലിക്ക് പോകാൻ നിർത്തിക്കൂടെ? അധികം നീണ്ടുപോകാൻ ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനമായിക്കൂടെ? അത് ഇത്ര പെട്ടെന്ന് വേണോ മോനെ? 2 വിവാഹങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഒരു 6 മാസം കഴിഞ്ഞിട്ട് പോരെ? അതെന്താ അമ്മാവാ ഇപ്പൊ ഇങ്ങനൊരു വർത്താനം? മായിയുടെയും ശില്പയുടെയും വിവാഹം കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ വിവാഹം നടത്താമെന്ന് അമ്മാവിന് എന്നോട് അമ്മയോട് വാക്ക് പറഞ്ഞല്ലേ? പിന്നെന്താ ഇപ്പൊ ഒരു മനംമാറ്റം? മോനെ, അങ്ങനെയൊരു മാറ്റമൊന്നും നിന്റെ അമ്മാവിനില്ല. എന്നാലും എൻ്റെ മകളുമായ എൻ്റെ പെങ്ങളുടെ മകനായ നിനക്കുള്ളതല്ലേ? ആ വാക്കി മാധവൻ ചത്താലും മാറില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ് പെട്ടെന്നൊരു കല്യാണം കൂടെ. ഓ എൻ്റെ അമ്മാവ, അതൊക്കെ വിട്. അമ്മാവന്റെ ഈ ഒരു വാക്ക് കേട്ട് തന്നെയാ എൻ്റെ സമാധാനം. എന്നായാലും മായ എനിക്കുള്ളതാണെന്ന് പറഞ്ഞ ഈ വാക്കില്ലേ, അത് മതി അമ്മാവ എനിക്ക്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.